ഇന്ത്യൻ സമുദ്രമേഖലയിലാകെ ആധിപത്യം സ്ഥാപിച്ച ചൈനയ്ക്ക് ഒരു ഞെട്ടൽ സമ്മാനിച്ചുകൊണ്ട് ഇന്ത്യ അതിൻ്റെ രണ്ടാമത്തെ ആണവ അന്തർവാഹിനി ഇന്ന് കമ്മീഷൻ ചെയ്തിരിക്കുന്നു. INS അരിഘട്ട് എന്നാണ് ഈ അന്തർവാഹിനിയുടെ പേര്. മറ്റൊരു അന്തർവാഹിനിയുടെ പണികൾ അവസാന ഘട്ടത്തിലാണ്. അടുത്ത വർഷം അതും കമ്മീഷൻ ചെയ്യുന്നതോടെ 3 ആണവ മിസൈലുകൾ വഹിക്കാൻ ശേഷിയുള്ള അന്തർവാഹിനികൾ നമ്മളുടെ നേവിക്ക് കരുത്തു പകരാൻ സമുദ്രങ്ങളുടെ അടിത്തട്ടിലുണ്ടാകും. ഏതായാലും അരിഘട്ടിൻ്റെ നിർമ്മാണം വളരെ രഹസ്യമായിട്ടാണ് നടന്നത്. വിശാഖപട്ടണത്താണ് അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നത്. കൂടുതൽ വിവരങ്ങളൊന്നും തന്നെ അതിൻ്റെ പുറത്ത് വിട്ടിട്ടില്ല. 6000 ടൺ ഭാരമുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്ന. സമുദ്രത്തിൽ 750 കിലോമീറ്റർ ദൂരത്തോളം നിരീക്ഷണ സംവിധാനമുള്ള ഒരു അന്തർവാഹിനിയാണ്. ആണവ ബാലിസ്റ്റിക് മിസൈലായ K-50 വഹിക്കാൻ ശേഷിയുണ്ട്. മാസങ്ങളോളം സമുദ്രത്തിൻ്റെ അടിത്തട്ടിൽ കിടക്കുവാൻ ശേഷിയുള്ള ഒന്നാണ്. ഇൻഡോ പസഫിക് സമുദ്ര മേഖലയിൽ ഇത് ഇന്ത്യക്ക് കരുത്ത് പകരും. ഇതോടുകൂടി 2 ആണവ മിസൈലുകൾ വഹിക്കുന്ന അന്തർവാഹിനികളാണ് നമ്മുടെ രാജ്യത്തിനുള്ളത്. INS അരിതാമാൻ എന്ന് പറയുന്ന 3ാമത്തെ അന്തർവാഹിനിയുടെ പണികൾ പുരോഗമിക്കുന്നു. അടുത്ത വർഷം കമ്മീഷൻ ചെയ്യാൻ കഴിയും. ഏതായാലും ചൈനയുടെ കടന്നുകയറ്റത്തെ പ്രതിരോധിക്കുവാൻ ഇന്ത്യൻ നാവികസേനയ്ക്ക് കരുത്ത് പകർന്നുകൊണ്ട് ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ആണ് ഈ അന്തർവാഹിനി കമ്മീഷൻ ചെയ്യുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.